നടന്നു പോകുമ്പോഴേ ഇങ്ങനെ അപ്പൊ എല്ലാം അകത്ത് അതിന്റെ അടുത്ത് കുറെ എണ്ണം ഒരുമിച്ച്. അതൊക്കെ ഹൗഡ് കെട്ടി. സാബുമാൻ, നീ ചോറ് 10 ഗേൾസിനടുത്തുനിന്നാണ് ഞങ്ങളുടെ അടുത്തുനിന്നാണ്? ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നോക്കട്ടെ, ഞാൻ 10 ഗേൾസിന്റെ തക്കാളി അല്ല, നമുക്ക് അങ്ങനെ നീ ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ തന്നെ കിച്ചൺ ഉണ്ടാക്കുക. ഇനി അങ്ങനെ ആരും അങ്ങനെ ചോറുണ്ടാക്കാൻ സമ്മതിച്ചു കൊടുക്കണ്ട. വേണ്ട വേണ്ട, ഞാൻ ഇത് നോക്കോടാ പോഷകം. തക്കാളി ചോറാകുമ്പോ തക്കാളിന്റെ ഒരു ഇതും കൂടെ കിട്ടും. നോർമൽ റൈസ് തക്കാളി ചോറ് ഓവർ നോർമൽ റൈസ്. നിങ്ങൾ ചോറുണ്ടാ? അത് ഡേർട്ടിയാണ്. അറ്റ് ദ സെയിം ടൈം ഡേർട്ടിയാണ്. കളിക്കുന്ന ആളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു പീസ്ഫുള്ളി നമ്മൾ കളിക്കാനില്ല, മൈൻഡ് ഡിസ്റ്റർബ് ആക്കുന്ന. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയില്ലേ, പിന്നെ നമ്മുടെ ആക്ഷനൊക്കെ മാറും. ഒരാൾ സ്പീഡിൽ പോകുന്ന ഒരാൾ സ്ലോ ആവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഞങ്ങളുടെ അടുത്ത് കഴിക്കുന്നുണ്ടോ ഇന്ന്? രാത്രി അതാണ്. അപ്പൊ വേണ്ട, ഓക്കെ ശരി. അപ്പൊ അതിനനുസരിച്ചിട്ട് ചോറിട്ടാൽ മതി. ഇരട്ടാ എന്താ? ആയിക്കോട്ടെ, നാളെ മുതൽ നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞേ കേട്ടോ. പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട. അങ്ങനത്തെ സിസ്റ്റം ആവശ്യമില്ല. നാളെ മുതൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം കേട്ടോ. എല്ലാം നിങ്ങൾ കഴിച്ചാ മതി. എന്താ? സമയത്തിന് കഴിക്കണം. ഗ്യാസ് സമയത്തിന് തരാം. സമയത്തിന് തരാം. പോരെ? നോർമലി സമയത്തിന് നോർമൽ സമയത്തിന് തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തരാം തരാം. സമയത്തിന് തരാം. ഓക്കെ. നോർമലി അവർ ആവറേജ് ടൈം ഉണ്ടല്ലോ കൊടുക്കണം. ഭയങ്കര ഓവറാവാണ്. ഇവരാണ് ക്യാപ്റ്റൻ. നമ്മൾ അല്ല, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊന്നും നമ്മള് റൂഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോ ഇപ്പൊ ഇവര് കിച്ചണിൽ ആര്യം, നിങ്ങളുടെ മൈക്ക് ശരിയായി ധരിക്കുക. നമ്മള് കിച്ചണിൽ കയറുമ്പോ നമ്മളാണ്. എനിക്ക് എത്ര? 30. എനിക്ക് 34. എനിക്ക് നിനക്ക് അങ്ങനെ എനിക്കറിയാം. 30, 31, 32. എനിക്ക് 3. ഞാൻ 32, താൻ 34. 34, ഞാൻ 39, അവൾ 41. ആര്? 41. ഞാൻ അവളുടെ 2 points ഡിഫറൻസ്. ഞാനും ഇവനും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാ? തേർഡ് ഞാൻ, ഫോർത്ത് ഞാൻ. അല്ല, നിന്നെ അനുമോള് പഠിക്കാൻ വഴിയുണ്ടല്ലോ. ഇല്ല അല്ലേ? ഇല്ല. അനുമോൾ ലാസ്റ്റ് ഗെയിമിൽ ഒരു പോയിന്റ് ഉള്ളൂ. നമുക്ക് ഇപ്പൊ നോക്കാം, പോയിട്ട് നോക്കാം. ആ വെസല് കഴുകിയായിരുന്നേ ചോറ് വെക്കാൻ. വെസൽ ടീം വെസല് കഴുകിയായിരുന്ന എനിക്ക് ചോറ് വെക്കാൻ. ഈ കഴുകി വെക്കുമോളെ. അല്ല, വെസൽ ടീം ആരാണ് പിന്നെ? അതെന്താ നീ അങ്ങനത്തെ വർത്താനം പറയണ മോളെ? അത് നീ അങ്ങനത്തെ വർത്താനം പറയുന്നത്? വെസൽ ടീമല്ലേ നീ? എന്ത് വെസൽ ടീമില്ലാന്ന്? നീ ചെയ്യണം. അത് നിന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യണം. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് മാത്രമേ കറി വെക്കാൻ പറ്റുള്ളൂ, ചോറ് വെക്കാൻ പറ്റുള്ളൂ. കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. എന്തിനു കേസ് കൊടുക്കണം? ഈ ചീള് കേസിനാ ഞാൻ പോയി കേസ് കൊടുക്കണം? ആ കഴിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം, നോക്കാണ്ടിരിക്കണം. ഞാൻ തീരുമാനിച്ചുള്ളൂ. നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ആ വെസലിൽ ക്ലീൻ ചെയ്താൽ ഞമ്മക്ക് ഇവിടെ ബാക്കിയുള്ള ചോറ് വെക്കാം. അത് നടക്കൂല. നിന്നെ അങ്ങനത്തെ വർത്താനം പരിപാടികളൊന്നും പറ്റൂല. നോക്കിയിരിക്കാൻ പറഞ്ഞ അയാൾ കൊതിയിട്ട് നമ്മുടെ വേറെ കംപ്ലൈന്റ് ആയ നമ്മൾ പിന്നെ ആശുപത്രി പോകണം. ഷാനവാസ്കാരോട്ട് ഓരോന്നും ആക്കല്ലേട്ടാനോ. ഇതിനൊന്നും എനിക്ക് ഒന്നും വോയിസ് ഇല്ല അല്ലേ ഈ പറയണേ? നീ എന്താ വിചാരിച്ചത്? ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്ന കാണിച്ചാടേ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഞാൻ ഇങ്ങനെ ആയിരിക്കും.
അല്ല നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം പറയാം. അല്ലാണ്ട് ഇപ്പൊ അവളെ കൈ പിടിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? പുറത്തൊക്കെ ആണെങ്കിൽ ഇത് പറ്റൂലല്ലോ. നമ്മളെ പറയണെങ്കിൽ നമ്മളെ വീട്ടുകാരെ പറഞ്ഞൊക്കെ 2 എണ്ണം കൊടുക്കാം. വെസൽ ടീമിനല്ല വിളിക്കുക, പിന്നെ വെസൽ എഴുതാൻ നിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? നീ ഫ്ലോറല്ലേ. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്. സൗകര്യം ഇതിന് പ്രശ്നമില്ല. നമ്മള് ഡ്യൂട്ടി ചെയ്താലേ ഫുഡ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മള് ലേറ്റ് ആയപ്പോ ഫുഡ് അവര് നിങ്ങളെ ഒരു കോണിലാക്കിയല്ലോ ഇപ്പൊ. അല്ല, നിങ്ങളെ ഒരു കോർണറിലാക്കിയിട്ടുണ്ടല്ലോ. അതൊന്നും വിഷയമല്ല. ഒരാളെ നമുക്കൊരാളെ അടിക്കാനോ ഇതാക്കാനോ പറ്റൂല. മനസ്സിലായില്ലേ? നമുക്ക് പറയാനേ പറ്റുള്ളൂ. അതാണ് ബിഗ് ബോസിൽ നമുക്ക് ഇപ്പൊ ടീം കളിച്ചിട്ട് ജയിലിടുന്നു. അല്ല, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് അല്ല, ഞാൻ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് പറയാനേ പറ്റും. നിന്റെ അടുത്ത് പറയാനേ പറ്റുള്ളൂ. അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് നിന്റെ അടുത്ത് പറയാനേ പറ്റുള്ളൂ. നീ ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നിന്നെ അടിക്കാനോ ഇല്ല. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യാം ആസ് എ ക്യാപ്റ്റൻ. നമ്മള് അല്ല, അപ്പൊ ഇനി ഇതിന് എന്താണ്, എന്ത് ചെയ്യും? മെസ്സിലില്ലാതെ ഫുഡ്. ആദില, നിങ്ങളുടെ മൈക്ക് ശരിയായി ധരിക്കുക. നമുക്കറിയാം പ്ലാൻ, പക്ഷെ ചെയ്യൂല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻ അടിക്കും. നമ്മള് ജയിൽ എന്തായാലും പോകുമ്പോ നമുക്ക് പേടി എന്തിനാണ് ഈ കാര്യത്തില്? എന്തായിരുന്നു വേസ്റ്റ് ഉണ്ടാവാൻ പറ്റുന്ന ഈ വീട്ടില്? അതൊക്കെ എന്തൊരു വീട്ടില് ആണല്ലോ സത്യം പറഞ്ഞ ഇതിപ്പോ നമ്മള് അതിന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്ന് രാത്രിയിലേക്ക് ഫുഡ് വെക്കാനുള്ള അരിയുടെ പാത്രം കഴുകാനുണ്ടത്. മനസ്സിലായി? അതും ഒരു വെസൽ ടീമിന്റെ അടുത്ത് പറയണം. ഈ വീടിപ്പം ഒരു കെയോസ് ആയിടാ, കെയോട്ടിക് ആയി. ഒരു സിസ്റ്റം ഇല്ലാതെ പോകുന്ന ഒരു സംഭവം. ഞാൻ നോക്കണോ അത് തിന്നാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ആര്യ, നിങ്ങളുടെ മൈക്ക് ശരിയായി ധരിക്കുക. അല്ല, നിങ്ങൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പൊ? അല്ല, നേരത്തെ ഉണ്ടാക്കി തന്നാ മതി. നേരത്തെ ഉണ്ടാക്കിയില്ലേ കറി ഉണ്ടാക്കും. നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കറി ഉണ്ടാക്കും. നമ്മൾ ഉച്ചത്തെ ചോറ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിപ്പൊ ഉണ്ടാക്കിയത് നിങ്ങള് ഓ നിങ്ങൾക്ക് ഡിന്നർ സെറ്റ്. അതെ, നിന്നെ മട്ടൻ കിട്ടാ. അതല്ലേ, അത് ഇവര് വല്ല ഉണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉണ്ടാക്കുന്നില്ലേ? ആ, ഉണ്ടാക്കുന്നുണ്ട്. നീ പട്ടിണിക്കാണെങ്കിൽ വേണ്ടി ഞങ്ങളെ പാർട്ടി ചേർന്നു. പ്രിയ, എന്താണ്? നീ പട്ടിണിക്കാണെങ്കിൽ പട്ടിണി കിട്ടെങ്കിൽ വേണേ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു. ഇത് ഫുഡിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന പാർട്ടിയാ. ഫുഡ് പാർട്ടി ചീപ്പിന്റെ അങ്ങേറ്റം. അത് ക്ലാസ് കളയുന്ന ടോക്ക്. നിന്നെയും പട്ടിണി. ഇതൊക്കെ പുറത്ത് മാസാന്ന് വിചാരിച്ചിട്ട് നിക്കണം. അതെ, പക്ഷെ പുറത്തേക്ക് നെക്ക് അടിച്ചിട്ടുണ്ടാവും. എന്നല്ലാണ്ട് എഴുതി വെച്ചോ നീ. ഞാൻ പോയിട്ടില്ല. ഒരു പാത്രം ഞാൻ കഴുകത്തില്ല. കാരണം നമുക്ക് വേണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരുണ്ടാക്കിയ പാത്രത്തിന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴുകേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് കഴുകട്ടെ. എന്റെ ടീമിന്റെ ആള് ഹോസ്പിറ്റലിൽ ആക്കിയത് പോലെ ഞാൻ പാത്രം കഴുകി കൊടുക്കും. പറയുന്ന കേൾക്കണം. എന്നിട്ട് SLT നല്ല കേൾക്കേണ്ടത്. അച്ഛൻ ടീമിലെ ഒരാളെ ചുറ്റുള്ളവർ പറഞ്ഞേക്കുമ്പോ അറിയണം. ഞാൻ പാത്രം കഴുകി കൊടുക്കുമായിരുന്നു. എന്റെ ക്യാപ്റ്റൻ അല്ല. ഇങ്ങനെയുള്ളവന്മാരുടെ ഡയലോഗ് അടിയും കേട്ടിട്ട് ഇവിടെ നിങ്ങൾക്കാർക്കും നിൽക്കണ്ടേ? കുറച്ച് സ്ട്രോങ് ആവണതായിരുന്നു. ആര് ഞാൻ തിരിച്ചു കൊടുക്കാണതായിരുന്നു. നീ ചില കാര്യത്തിൽ നല്ലോണം വൈകും റിയലൈസ് ചെയ്യും. എനിക്ക് പീരിയഡ്സിന്റെ പെയിനും കൂടെ ആയതുകൊണ്ടേ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കും. ദേഷ്യവും പിന്നെ എനിക്ക് പക്ഷെ എനിക്ക് സന്തോഷമായി വളരെ ജയിച്ചത്. ഭയങ്കര സന്തോഷമായി. ഇവന്മാരെ കൂടെ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്ക് ആരെന്തൊക്കെ എടുത്തോണ്ടപ്പോ അതിന്റെ സമയം പോയി. എന്റെ ഫ്രസ്ട്രേഷനാണ് അവള് കയറിയപ്പോ കാട്ടിയത്.
ഞാൻ അവന്റെ എടുത്തു കൊടുത്തത് അപ്പത്തിന് സമയം പോയി. അത് നമുക്ക് അറിയില്ല. അത് അപ്പോഴത്തെ ആ ഒരു ഇതിൽ ടെൻഷനിൽ വെച്ചു പോയത്, അല്ലാണ്ട് കൽപ്പിച്ചു കൂട്ടിയല്ല. ഞാൻ കൽപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. ഇത്തിരി ടൈം അവനെ പോയി. അതിന്റെ ലാസ്റ്റ് ആ ഹിറ്റ് എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊക്കെ കുറെ പറഞ്ഞു അത് വേറല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇവിടെ വരുമ്പോ തീർത്ത കൽപ്പിച്ചു വിടുമ്പോൾ ബാക്കിലുള്ളൂ. എത്ര അതാ ഞാനും വിചാരിച്ച 8 29 ആവും.